ഇത്തവണ 400 എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ വന്ന സമയത്ത് പ്രഖ്യാപിച്ചു പോയൊരു കാര്യം. അതൊരു സ്ട്രാറ്റജിയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിച്ചിരിക്കുമെന്നൊരു ഓവർ കോൺഫിഡൻസ് BJP പ്രവർത്തകർക്കെങ്കിലും കൊടുക്കുവാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗം. ഇത് കേൾക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ചിലപ്പോൾ അത്ര തന്നെ രാഷ്ട്രീയത്തിലൊന്നും ഇടപെടൽ നടത്താത്ത ഏതൊരാളും ഒരു പക്ഷേ അത് ശരിയാണല്ലോ എന്നങ്ങ് ചിന്തിച്ചു പോകും. നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. എൻ്റെ കൂടെ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സുപ്രഭാതത്തിൻ്റെ ഡൽഹി കറസ്പോണ്ടൻറ്റ് K. സലീം ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുകയാണ്. സലീംക, കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു മകളുടെ കല്യാണത്തിന് വേണ്ടി ഇപ്പോൾ നാട്ടിൽ വന്നു. ഇനിയിപ്പോൾ ഇനി തിരിച്ചു പോകണം. അതെ, കല്യാണം 1-ാം തീയതി കഴിഞ്ഞു. കല്യാണം 1-ാം തീയതി കഴിഞ്ഞു. അത് ദേശീയ രാഷ്ട്രീയമല്ല, അത് നമ്മുടെ രാഷ്ട്രീയം. പേഴ്സണൽ അഫെയർ ആണ്. അതെ, പൊളിറ്റിക്കൽ അഫെയർ അല്ല. ഇനി പൊളിറ്റിക്കൽ അഫെയറിലേക്കാണ് നമ്മളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇന്നിപ്പോൾ 3-ാം ഘട്ട തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 93 മണ്ഡലങ്ങൾ ഇന്ന് പോളിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് രേവന്ത് റെഡ്ഡിയുടെ ഒരു പ്രസ്താവനയാണ്. കാരണം മോദിക്ക് ദക്ഷിണേന്ത്യയിൽ വലിയ റോളൊന്നുമില്ല. നിങ്ങൾ ഉത്തരേന്ത്യയിലെ അദ്ദേഹത്തിന് ഇന്നത്തെ വോട്ട് ചെയ്തതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തന്നെയതാണ്. ദക്ഷിണേന്ത്യയിൽ നിങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല, ഇവിടുത്തെ കാര്യം ഞങ്ങളങ്ങ് തീരുമാനിക്കും. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 3 സീറ്റായിരുന്നു കിട്ടിയത്. ഇത്തവണ ഞങ്ങൾ 14 സീറ്റ് കോൺഗ്രസ് ഒറ്റയ്ക്ക് പിടിക്കും. 9 TRSഉം 4 BJPയും 3 കോൺഗ്രസ് കഴിഞ്ഞു. ഇത് ഇത്തവണ 14 തൊട്ടപ്പുറത്ത് തെലങ്കാന കഴിഞ്ഞ ആന്ധ്രയിൽ YS ഷർമിളയുടെ നേതൃത്വത്തിൽ അവിടെ വേറെ ഒരു മൂവ്മെൻറ്റുകൾ നടക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന 2 കാര്യം അദ്ദേഹം പറഞ്ഞു. ഉത്തരേന്ത്യക്കാരെ വിഡ്ഢികളാക്കുന്നത് പോലെ ഈ നിങ്ങളുടെ വർഗീയതയും മറ്റൊന്നും ദക്ഷിണേന്ത്യയിൽ നടക്കില്ല. ഇവിടെ ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ ഇത് മോഡിക്കുള്ള ഭയങ്കരമായൊരു കൊട്ടാണ് അദ്ദേഹം കൊട്ടിയിട്ടുള്ളത്. ശരിക്കും ഈ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഉണ്ടാകുന്ന കുറവുകൾ ദക്ഷിണേന്ത്യയിൽ കൂട്ടിക്കൊണ്ട് പരിഹരിക്കുക എന്നൊരു കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു തന്ത്രമുണ്ട്. ശരിക്കും ഇതെങ്ങനെയാണ് നടക്കുന്നത്? അല്ല, ഉത്തരേന്ത്യൻ രേവതി പറഞ്ഞത് കാര്യമുണ്ട്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയം പോലെയല്ല ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയം. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് കുറേ കൂടി ബെറ്റർ അവസ്ഥയിലാണ്. മാത്രമല്ല കോൺഗ്രസ് കുറേ കൂടി റിക്കവർ ചെയ്ത് വരികയാണ്. അവർ അടുത്ത തെലങ്കാന പിടിച്ചു, പിന്നെ കർണാടക തിരിച്ചു പിടിച്ചു. കേരളത്തിൽ അവർ നല്ല പൊസിഷനിലാണുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രം, ഒരു തമാശയായിട്ട് നാഷണൽ ലെവലിൽ പറയാറുണ്ട്, ദക്ഷിണേന്ത്യയുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണെന്ന് പറയാറുണ്ട്. അങ്ങനെ പിന്നെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയം രണ്ട് രീതിയിലാണ് പോകുന്നത്. 2 അജണ്ടകളാണ്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധാരണഗതിയിൽ വന്ന് ദക്ഷിണേന്ത്യ വേറൊരു ടെറിട്ടറിയാണെന്ന് പറയാൻ പറ്റും. അല്ല, ആ രീതിയിൽ കൾച്ചറലി നമ്മൾ ഒരുപാട് ഡിഫറെൻ്റാണ്. ദക്ഷിണേന്ത്യക്കാർ ഉത്തരേന്ത്യക്കാരേക്കാൾ കൾച്ചറലി, എഡ്യൂക്കേഷനിൽ മാത്രമല്ല, എഡ്യൂക്കേഷൻ ഒരു ഫാക്ടറാണ്, എന്നാൽ പോലും കൾച്ചറലി തന്നെ ഒരുപാട് ഡിഫറെൻ്റ്. അതൊരു ഫാക്ടറാണ്, ഒരു പ്രധാന സംഭവമാണ് കൾച്ചർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കാം. നമുക്ക് പിന്നെ ഹിന്ദുമതവിശ്വാസ പ്രകാരം തന്നെ എടുത്തു നോക്കിയാൽ പോലും രാമൻ ഒരു പ്രധാന ദൈവമായിട്ട് ഒരിക്കലും ദക്ഷിണേന്ത്യയിലില്ല. ദക്ഷിണേന്ത്യക്കാർക്ക് അവരുടേതായ കുറേ ദൈവങ്ങളും വേറെ കുറേ ആചാരങ്ങൾ, കുറേ രീതികളുണ്ട്. അപ്പോൾ ആ ഒരു വൈകാരിക പരിസരമൊന്നും ഇവിടെ അത്ര ചിലവാവില്ല. കുറേ കൂടെ അവർ ചിലവാക്കാൻ നോക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ EV രാമസ്വാമി നായ്ക്കരുടെ കാഴ്ചപ്പാടുകൾ, ഇത്തരം കാഴ്ചപ്പാടുകളൊന്നും പിന്നെ ഉള്ളൊരു മണ്ണിലൊന്നും ഒരിക്കലും ഈ പിന്നെ ബ്രാഹ്മണിക്കൽ ആധിപത്യമുള്ള ഒരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്ത് വരാൻ സാധ്യതയില്ല. അപ്പോൾ ആ ഒരു കൾച്ചർ, ഒരു ദക്ഷിണേന്ത്യൻ കൾച്ചർ വളരെ പ്രധാനമാണ് രാഷ്ട്രീയത്തിൽ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കോൺഗ്രസിൻ്റെ ഒരു പൊതു നാച്ചുറൽ ഡൈവേഴ്സിറ്റി, അതായത് എല്ലാവരും ഉൾക്കൊണ്ടുള്ള ഒരു പൊളിറ്റിക്സ് എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിനോട് കുറേ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കുറേ കൂടി ഒത്തുപോകാൻ പറ്റുന്ന സമാനമായൊരു കൾച്ചറുള്ള ഒരു പിന്നെ സമാനമായ ചിന്താഗതിയുള്ള ഒരു സമൂഹം ഒരുപക്ഷെ പിന്നെ ദക്ഷിണേന്ത്യൻ സമൂഹമാണ്. അപ്പോൾ അങ്ങനെ ദക്ഷിണേന്ത്യക്കാരുടെ ഭാഷ ഒരു പ്രധാന ഘടകമാണ്. നമ്മളെ ഭാഷ ഹിന്ദിയല്ല. ഹിന്ദിയേക്കാൾ നമുക്ക് വ്യത്യസ്തമായ ഭാഷകളുണ്ട്. അതെ, പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മളെ പൊതുവായൊരു ഭാഷ ഇന്ത്യയേക്കാൾ നമുക്ക് താല്പര്യം ഇംഗ്ലീഷാണ്. നമ്മുടെ രാഷ്ട്രഭാഷ ഇംഗ്ലീഷാണ്, ഹിന്ദിയല്ല. അപ്പോൾ അതൊക്കെ ഒരു കൾച്ചർ ഡിഫറൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ നാഷണൽ പൊളിറ്റിക്സ് വരുമ്പോൾ, അതായത് ഹിന്ദി ബെൽറ്റിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സ്വഭാവത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഹിന്ദി ബെൽറ്റിൽ മറ്റനേകം പിന്നെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് രാമക്ഷേത്രമാണേലും ഗ്യാൻവാബി മസ്ജിദ് ഇഷ്യൂ ആണേലും മധുര. ഞാൻ ഈ ഭാഷ പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ മൈസൂരിലാണെങ്കിലും ബാംഗ്ലൂരിലൊക്കെ നഗരപ്രദേശങ്ങളിലൊക്കെ ഇംഗ്ലീഷാണ് കൈകാര്യം ചെയ്യുന്നത്. ചില ഭാഷകളിൽ കന്നഡ സംസാരിക്കുന്നുണ്ട്, ചില ആളുകൾ ഉറുദു. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മുസ്ലിം പോക്കറ്റുകൾ, പ്രത്യേകിച്ച് ഈ തബ്ലീഗ് പോക്കറ്റുകളൊക്കെയുള്ള സ്ഥലങ്ങൾ നോക്കുമ്പോൾ ഉറുദു സംസാരിക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ ഹിന്ദിയോ അല്ലെങ്കിൽ തെലുങ്ക്
സംസാരിക്കുന്ന മേഖലയുണ്ട്. പക്ഷേ ഒറ്റ ഭാഷയാണ് ഹിന്ദിയാണ്. ഇപ്പോൾ രാജസ്ഥാൻ, ബീഹാർ, അതോടൊപ്പം UP ഒക്കെ എടുക്കുമ്പോൾ അവിടെ ഹിന്ദി സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ ഈ ഒറ്റ ഭാഷ എന്നത് ഇത്തരം പ്രശ്നങ്ങൾക്കൊരു കാരണമുണ്ടോ? അല്ല, ഒറ്റ ഭാഷയാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ ആശയപ്രചാരണം വളരെ എളുപ്പമാണ്. ഭാഷ ഒരു പ്രധാന ഘടകമാണ് ഇതിൽ. ആശയപ്രചാരണം വളരെ എളുപ്പമാണ്. പിന്നെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ പിന്നെ പഴയകാല ചരിത്രം എന്തൊക്കെ വന്നാലും ഡെക്കാൻ മേഖലയ്ക്ക് പുറത്തേക്ക് മുഗളന്മാർ ഭരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഗളന്മാരെ ഔറംഗസീബിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. നമ്മൾ ഹിസ്റ്ററി ബുക്കിൽ പഠിച്ച ഒരു ഔറംഗസീബ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഔറംഗസീബ് ക്ഷേത്രങ്ങൾ തകർത്തിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ പിന്നെ ഹിന്ദുവിന് അതൊരു മറ്റേ ചരിത്രപാഠം മാത്രമാണ്. അതിലപ്പുറത്തേക്ക് അവനൊരു വൈകാരിക സംഗതിയോ അതിപ്പോൾ പ്രതികാരം ചെയ്യേണ്ട ഒരു സംഗതിയോ ഒന്നുമല്ല. ഔറംഗസീബ് ക്ഷേത്രം തകർത്തിരുന്നു ഇല്ല എന്നുള്ളത് വേറെ കാര്യം, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം പ്രചാരണങ്ങളൊന്നും ഇവിടെ വില പോവില്ല. ഇവിടെ അതൊന്നും നടക്കാത്ത കേസ്. പക്ഷേ അവിടെ അതൊക്കെ നടക്കും. ഉദാഹരണത്തിന് പിന്നെ നിങ്ങൾക്ക് പിന്നെ രാമനെ മോചിപ്പിച്ചു തന്നിട്ടുണ്ട് പിന്നെ മോദി, ഇനി കൃഷ്ണനെ മോചിപ്പിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ ശിവനെ മോചിപ്പിക്കും എന്നൊക്കെയാണ്. അതായത് ഗ്യാൻവാബി മസ്ജിദും അതുപോലെ തന്നെ മധുര. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി കഴിഞ്ഞതിൽ ബാബരി മസ്ജിദ് രാമക്ഷേത്രം ഉണ്ടാക്കും എന്നുള്ള പ്രചാരണം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മളെല്ലാം കരുതിയത് ഈ രാമക്ഷേത്രം ഉയർന്നതോടുകൂടി ഈ ഒരു വൈകാരികതയിൽ ഹിന്ദുക്കളുടെ മുഴുവൻ വോട്ടുകളും അവിടേക്കും പോകും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീരാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഒക്കെ BJPക്ക് അത്ര കണ്ട് അവർ പ്രതീക്ഷയല്ലേ? ഞാനൊക്കെ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇവർ തന്നെ ശശികല ടീച്ചറുടെ ഒക്കെ വാക്കെടുത്താൽ ഹിന്ദു ഉണർന്നാൽ, അപ്പോൾ ഹിന്ദു ഉണരേണ്ട സാഹചര്യം അവർ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ എന്നിട്ട് പോലും അത് വെച്ച് ഒരു വോട്ട് ബാങ്ക് ആക്കാൻ അവർ പ്രതീക്ഷിച്ച പോലെ അവർക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്താ പറയുക, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കാലമായിട്ട് ഇപ്പോൾ മോഡി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏകദേശം ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് ഡൽഹിയിൽ ഇരുന്നിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ എല്ലാ വിലയിരുത്തലും തെറ്റിയിട്ടുണ്ട്. എല്ലാ പിന്നെ പ്രഡിക്ഷനും ആൾമോസ്റ്റ് 80% തെറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ താഴേക്കടയിൽ നഗര കേന്ദ്രീകൃതമാണ് എപ്പോഴും പിന്നെ ഡൽഹിക്കാരുടെ ഒരു വിലയിരുത്തൽ. എപ്പോഴും ഒരു പത്രപ്രവർത്തകൻ ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ നാഷണൽ പൊളിറ്റിക്സിൽ നിന്നുള്ള ഒരാൾ, അത് കാര്യമായി ശ്രദ്ധിക്കുന്ന ഒരാൾ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് പിന്നെ ഗുജറാത്തിലോ UP യിലോ എവിടെയെങ്കിലുമൊക്കെ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നു, പ്രചാരണ പരിപാടികൾ കാണുന്നു. അയാൾക്ക് ആ മേഖലയിലെ ആൾക്കൂട്ടവും അവിടുത്തെ ഒരു പൊതുവായിട്ടുള്ള വികാരമൊക്കെ ഇങ്ങനെ അയാൾ ഒറ്റനോട്ടത്തിൽ കാണുന്ന വെറുതെ അല്ല. പിന്നെ VD സതീശന് ഇത്രയും, UDFന് ഇത്രയും സീറ്റ്, മുസ്ലിം ലീഗിന് 3 സീറ്റ് കിട്ടുമെന്നൊക്കെ ഒരു ദേശീയ ചാനലിൻ്റെ ഒരു സർവേ ഉണ്ടായിരുന്നു. അതാണ് ഇവർ വന്നിട്ട് വളരെ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ വിലയിരുത്തിയിട്ടാണ് ഈ സർവേ ഒക്കെ നടത്തുന്നത്. അതേ സമയത്ത് താഴേക്കടയിൽ ഇപ്പോൾ പിന്നെ ഇത് വന്ന ശേഷം സോഷ്യൽ മീഡിയേൻ്റെ പിന്നെ പ്രചാരണം വന്ന ശേഷം താഴേക്കടയിൽ വാട്സപ്പ് വഴി താഴേക്കടയിൽ ഈ സമൂഹത്തിനിടയിൽ ഒരു നെറ്റ്വർക്കായിട്ട് നടത്തുന്ന പ്രചാരണങ്ങളാണ്. ഈ പ്രചാരണങ്ങളാണ് തീരുമാനം എടുക്കുന്നത്. അതിലൂടെയാണ് മോഡിയുടെ വോട്ട് ബാങ്ക് തീരുമാനിക്കപ്പെടുന്നത്, മോഡിയുടെ വിജയം ഒക്കെ തീരുമാനിക്കുക. ഇത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അടിയിലൂടെയാണ് നടക്കുന്നത്. നമുക്ക് വളരെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാത്ത രീതിയിലാണ് ഇത് നടക്കുന്നത്. ഇതാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇത് വോട്ട് പിന്നെ ബാങ്കായിട്ട്, അതായത് വോട്ടായിട്ട് മാറുകയും ഇലക്ഷനിൽ മോഡി വീണ്ടും ജയിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അതെന്തോ വോട്ടർ പിന്നെ ഇതിൽ പിന്നെ വോട്ടിംഗ് മെഷീനിൽ എന്തൊക്കെ പിന്നെ മറ്റേ നടത്തിയിട്ട് ആണ് മോഡി ജയിച്ചതെന്ന് പറയണം. ആക്ച്വലി വോട്ടിംഗ് മെഷീനിലല്ല, ജനങ്ങളെ മനസ്സിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ക്രമക്കേട് നടക്കുന്നത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായാലും പിന്നെ വ്യാജ പ്രചാരണങ്ങളായാലും പൊതുവേ ആളുകൾക്ക് എന്താ പറയുക, ആളുകൾക്ക് ഈ ട്രൂത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ആളുകൾ ഭയങ്കര എന്താ പറയുക, വളരെ ലളിതമായിട്ട്, അതായത് വളരെ കാഷ്വലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും കാഷ്വലായിട്ട് അതിനെ വിലയിരുത്തുകയും കാഷ്വലായിട്ട് അടുത്തേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് പൊതുവെ മനുഷ്യന്മാരുടെ നേച്ചർ അങ്ങനെയാണ്. ഇത് വളരെ സമർത്ഥമായിട്ട് എങ്ങനെയാണ് മാർക്കറ്റിങ്ങിന് വേണ്ടി BJP ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നുണ പറഞ്ഞോളൂ, അത് പ്രശ്നമില്ല അവരെ സംബന്ധിച്ച്. ഒരു 100 പേര് അത് കേൾക്കുന്നുണ്ടെങ്കിൽ 60 പേര് വിശ്വസിക്കും, ചിലപ്പോൾ 50 പേര് വിശ്വസിക്കും, മതി, ധാരാളമാണ്. ആരാണ് ക്രോസ് ചെക്ക് ചെയ്യാറ്? നമ്മളെ മുന്നിൽ ഈ വിശ്വസിക്കാത്ത 50 പേരെ ഇവരെങ്ങനെ അഡ്രസ് ചെയ്യുന്നത്? അവർക്ക് മറ്റൊരു ഇഷ്യൂ ഉണ്ടാവും. മോഡിക്ക് തന്നെ വോട്ട് ചെയ്യാൻ അവർക്ക് മറ്റൊരു കാരണം ഉണ്ടാവും. ഇത് മാത്രം വേണ്ടയില്ല. നിങ്ങളെ മുന്നിലൊരു വിഷയം വരുന്നു, നിങ്ങളത് വിശ്വസിക്കുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അത് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നൊരു സംഗതി ആയിരിക്കണം. അതല്ലാത്ത വളരെ കാഷ്വലായിട്ടുള്ള വളരെ സാധാരണമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രചാരണം,
ആ പ്രചാരണത്തെ നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ച് വിലയിരുത്തി തെറ്റും ശരിയും മുറിച്ച് മനസ്സിലാക്കിയ ശേഷമാണോ അത് വിശ്വസിക്കേണ്ട തീരുമാനം? അങ്ങനെയല്ല, ഒരു മനുഷ്യന്മാരും അങ്ങനെയല്ല ചെയ്യാറ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ ചെയ്യാറ്. അതന്നെ അവനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ചെയ്യുന്നതാണ്. ഈ സ്ട്രാറ്റജി എന്തുകൊണ്ട് കോൺഗ്രസ് ഉപയോഗിക്കുന്നില്ല? കോൺഗ്രസിൻ്റെ താഴെ തട്ടിലുള്ള കോൺഗ്രസിൻ്റെ ഈ അടുത്ത കാലത്തുണ്ടായ കോൺഗ്രസിൻ്റെ ഡിക്ലൈനാണ് അതിൻ്റെ കാരണം. കോൺഗ്രസ്സിന് എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയേൻ്റെ ഒരു കാലത്താണ് മോഡി വരുന്നത്. അത് എങ്ങനെയാണ് ഏറ്റവും സമർത്ഥമായി ഉപയോഗിക്കാമെന്ന് എങ്ങനെ BJP ക്കായിരുന്നു ഏറ്റവും നല്ല IT സെൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവരുടെ തന്നെയാണ് ഏറ്റവും നല്ല IT സെൽ. എങ്ങനെ അത് സമർത്ഥമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് BJP ആണ് കോൺഗ്രസ്സിന് പോലും പഠിപ്പിച്ചു കൊടുത്തത്. കാരണം ഈ വാട്സപ്പ് പോലുള്ള വളരെ അത്ര പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കരുതാത്തൊരു സംഗതി ഇങ്ങനെ വളരെ ആൾക്കാരെ ഇടയിലേക്ക് എത്തിക്കുക, അത് അവർക്ക് പല രീതിയിൽ കഴിഞ്ഞു എന്നുള്ള എല്ലാ മേഖലയിലും അവർക്ക് ഇൻ്റർനെറ്റ് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അംബാനി മുഖേന അവർക്ക് എല്ലാ മേഖലയിലും ഇൻ്റർനെറ്റ് എത്തി. അപ്പോൾ ജനങ്ങളുടെ കയ്യിലൊക്കെ ഇൻ്റർനെറ്റ് വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇവർക്ക് പ്രചാരണം എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾ ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ പ്രചാരണങ്ങൾ സാധാരണ നിലയിലുള്ള പ്രചാരണങ്ങൾ വളരെ കുറച്ച് കാണുള്ളൂ. വല്ലപ്പോഴും റാലി, ഉദാഹരണത്തിന് മോഡി റാലി. പൊതുവെ ഈ വലിയ പൈസ മുടക്കിയുള്ള പ്രചാരണം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെവിടെയും കാണുന്നില്ല. 2-3 കാരണങ്ങൾ. ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനൊരു നിയന്ത്രണമൊക്കെ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം, ഈ താരപ്രചാരകർ നടത്തുന്ന തെരഞ്ഞെടുപ്പ് റാലികൾ മാറ്റി നിർത്തിയാൽ പ്രത്യക്ഷത്തിലുള്ള ചെറിയ ചെറിയ റാലികൾ, നമ്മൾ പണ്ടൊക്കെ ഇലക്ഷനിൽ കണ്ടിരുന്ന റാലികൾ, ആളുകൾ കൂട്ടത്തോടെ വോട്ട് ചോദിച്ച് കൂട്ടത്തോടെ സ്ഥാനാർത്ഥിയും സ്വരകാരങ്ങളും ഒന്നിച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി, അങ്ങനെ സിസ്റ്റമൊക്കെ കുറഞ്ഞു പോയി. കുറേ കൂടി നെറ്റ്വർക്ക് ബേസ്ഡ് ആണ്. അതായത് ഒരു ചെറിയ കൂട്ടം, ആ ഏരിയയിലുള്ള കൂട്ടം, അവർ അങ്ങനെ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ അന്തർധാര, അവിടെ നടക്കുന്ന പ്രചാരണങ്ങൾ, ഈ കാര്യങ്ങൾ പുറമേ നിന്ന് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമാണ് ഓരോ മേഖലയിലും ഉള്ള അവരുടെ പ്രചാരണത്തിൻ്റെ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇലക്ഷനെ നമുക്ക് അങ്ങനെ അങ്ങ് വിലയിരുത്താൻ കഴിയില്ല. ഒറ്റയ്ക്ക് നമുക്ക് ഒരു മോഡി അധികാരത്തിൽ വന്ന ശേഷം നടന്ന ഇലക്ഷനുകൾ ഭൂരിഭാഗം ഈ ഒരു പ്രോബ്ലം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വാട്സപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇപ്പോൾ ധ്രുവ്രാട്ടിയെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 30,000-40,000 ആളുകൾ അത് പെട്ടെന്ന് കാണുകയാണ്. ഇതന്നെ നരേന്ദ്രമോദിയുടെ പോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു 7,000-8,000-ലേക്കൊക്കെയാണ് നിൽക്കുന്നത്. ഈ ധ്രുവ്രാട്ടി യഥാർത്ഥത്തിലൊരു പ്രതിപക്ഷമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്പോക്ക് പേഴ്സണാണ് ഈ BJP, RSS, ആൻറ്റി ഹിന്ദുത്വ, ഈ ഒരു ആൻറ്റി നെറ്റ്വർക്കുകൾക്കൊക്കെ എതിരായിട്ട് അദ്ദേഹം നിന്ന് സംസാരിച്ചു. അദ്ദേഹത്തിന് ഈ സാധാരണക്കാർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ വിഷയം, കുറേ ആളുകൾ ഇത് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് കുറച്ച് മധ്യവർഗമായിട്ടുള്ള ആളുകളായിരിക്കും, അത് മിഡിൽ ക്ലാസ്സാണ്. പക്ഷേ കുറച്ചുകൂടി സാധാരണക്കാരിലേക്ക് ധ്രുവ്രാട്ടി ഇറങ്ങുന്നുണ്ടോ? ധ്രുവ്രാട്ടിയുടെ റോൾ എന്താണ് ശരിക്കും? അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും? അല്ല, അങ്ങനെയല്ല. ഈ ഇൻഡിവിജ്വലായിട്ടുള്ള പ്രതിപക്ഷം ഫൈറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുള്ളൂ എപ്പോഴും. കാരണം അത് വലിയൊരു ഇമ്പാക്റ്റൊന്നും ഒരു കാലത്തും ഉണ്ടാക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഉസാമ ബിൻ ലാദൻ അമേരിക്കക്കെതിരെ ഫൈറ്റ് ചെയ്തൊരു ഇൻഡിവിജ്വൽ ഫൈറ്റ് ആയിട്ടാണ് പറയാം. ഒരു വിക്ടറി ലെവലിലേക്കൊന്നും ഒരു കാലത്ത് എത്തൂല. കുറച്ച് കാലത്തേക്ക് ഒരു വിപ്ലവത്തിൻ്റെ നേച്ചറിലേക്കൊക്കെ വരുന്നല്ലാതെ ഒരു വിക്ടറി ലെവലിലേക്കൊന്നും ഒരിക്കലും എത്തൂല. അപ്പോൾ അല്ലെങ്കിൽ ചെഗുവേര നടത്തിയ ഫൈറ്റ് ഒരു ഇൻഡിവിജ്വൽ ഫൈറ്റ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. കുറച്ച് കാലത്തേക്ക് അതൊക്കെ ഉണ്ടാവും. കുറച്ച് കാലത്തേക്ക് ആളുകൾ അത് ശ്രദ്ധിക്കും, കുറേ ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അങ്ങനെ പോവുക ചെയ്യുക. അതൊരു വിജയത്തിലേക്ക്. എന്തുകൊണ്ട് കോൺഗ്രസിനൊന്നും അതുപോലെ സമ്മാനം പറ്റുക അങ്ങനത്തെ വ്യക്തികൾക്ക് പിന്തുണ കൊടുക്കുകയല്ല കോൺഗ്രസ് ചെയ്യേണ്ടത്. അങ്ങനെ വ്യക്തികൾക്ക് പിന്തുണ കൊടുക്കാം ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി നൽകി. കോൺഗ്രസിന് സ്വന്തം. പക്ഷേ എവിടെയെങ്കിലും നമുക്ക് ഒരു ആശയം, ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും BJPക്കെതിരായിട്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സൂചനയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി വിസിബിലിറ്റിയോ കൊടുത്ത് കഴിയുമ്പോഴാണല്ലോ ജനകീയമാകുന്നത് ഒരു വിഷയം. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും. അവർ അവരുടെ പോസ്റ്ററുകൾ ധ്രുവരാട്ടിയുടെ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്താണ് കേജ്രിവാളിനെതിരെ മാനേഷ്യ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. ഒരു കേസിൽ ശ്രദ്ധിക്കാതെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം നടക്കുന്നുണ്ട്. കോടതി കേജ്രിവാളിനെതിരായിരുന്നു ആ വിഷയത്തിൽ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ് വേഴ്സസ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഫൈറ്റുകൾ ഒരു ലിമിറ്റഡ് സമയം കഴിയുമ്പോൾ ഒന്നിക്കൽ അയാളെ ഡീൽ ചെയ്യും. ഈസിയാണ് അത് ഡീൽ ചെയ്യാൻ. ഒരു പ്രതിപക്ഷം ചെയ്യുന്ന പോലെയല്ല. പ്രതിപക്ഷം ഒരു ഭാഗത്ത് ഇവർ ഡീൽ ചെയ്യുമ്പോൾ മറ്റൊരു രീതിയിൽ പ്രതിപക്ഷം ആ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യും. അതുപോലെയല്ല ഇത് കുറച്ച് കഴിയുമ്പോൾ അവരെ ഡീൽ ചെയ്യും. അതല്ലെങ്കിൽ അയാൾ സമയത്തെ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ റീച്ച് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി അവർ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും. അതോടുകൂടി അതങ്ങനെ അതില്ലാതായി പോകാം. ഇത് സസ്റ്റെയിൻ ആയിരിക്കണം എപ്പോഴും. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ടെമ്പററി ആവരുത്, അത് സസ്റ്റെയിൻ ആയ ഒരു സംഗതിയാണ്. അപ്പോൾ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ചിലപ്പോൾ 5 വർഷം കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ 10 വർഷം കൊണ്ടായിരിക്കില്ല. BJP എത്ര കാലത്തിന് ശേഷമാണ് മോഡി അധികാരത്തിൽ വന്നതെന്ന് ആലോചിച്ചാൽ മതി. കുറേ കാലം
ഇവരായിരുന്നു, കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. എത്ര കാലത്തിന് ശേഷമാണ് BJP അധികാരത്തിൽ വന്നതെന്നും രാമക്ഷേത്രത്തും വിഷയത്തിലുള്ള അവരുടെ പ്രചാരണം എത്ര കാലം മുമ്പ് തുടങ്ങിയെന്നും എത്ര കാലം കൊണ്ടാണ് അവർ സക്സസ്സിലേക്ക് എത്തിച്ചതെന്നും ഇതിനൊക്കെ സമയമെടുക്കുന്ന സംഗതികളാണ്. രാഷ്ട്രീയത്തിൽ എല്ലാ കാര്യത്തിനും സമയമെടുക്കും, അതിൻ്റേതായ സമയമെടുക്കും. അപ്പോൾ അതുവരെ ഈ അവസാനം വരെ പിന്നെ നമുക്ക് ആ ഫൈറ്റ് നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് ഒരു പ്രധാന സംഗതി. അത് ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇതിൽ കഴിഞ്ഞോളന്നില്ല. ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ ഈ ധ്രുവരതിൻ്റെ ഒരു പിന്നെ ഇമ്പാക്ട് അവസാനിക്കും, മറ്റൊരാൾ വരും, പക്ഷേ ധ്രുവരതി എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പിന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് വളരെ ശക്തരായിരുന്ന കുറേ മാധ്യമപ്രവർത്തകരുണ്ട്, രാജീവ് സർദേശായി, വർക്കാദത്ത്, നമ്മൾ അവരെ കുറിച്ചൊന്നും ഇപ്പോൾ കേൾക്കാറില്ല. അങ്ങനെയുള്ള ഒരു കാലം കഴിയുമ്പോൾ പുതിയ പുതിയ ആളുകൾ വരികയും പിന്നെ പഴയ സർക്കിളിൽ പോവുകയും ചെയ്യും. അതേസമയത്ത് രാഷ്ട്രീയ പാർട്ടി അവരുടെ പിന്നെ ഒരു പ്രതിപക്ഷം എന്ന നിലക്ക് അവരുടെ പിന്നെ ഒരു മീഡിയ വിങ്ങിനെ ഏറ്റവും സജീവമായിട്ട് നിലനിർത്തുകയും ഓരോ വിഷയത്തിനും അവർ വളരെ പിന്നെ അത് വളരെ ആലോചിച്ച് വളരെ പ്ലാൻഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ആലോചിച്ചുറപ്പിച്ച് പിന്നെ അത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യേണ്ടതാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഇമ്പാക്റ്റും പരിശോധിച്ച് ചെയ്യുന്നതുകൊണ്ടാക്കുന്ന ഒരു റിസൾട്ട് ഒരു പക്ഷേ ഇത്തരം കേസുകളിൽ ഉണ്ടാവാൻ വഴിയില്ല. ഇപ്പോൾ ധ്രുവരേരിനെ തന്നെ പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇന്ത്യ ബെൽറ്റിലോ അല്ലെങ്കിൽ ഇന്ത്യ അറിയുന്നൊരു സമൂഹത്തിലോ ഒക്കെയാണ് വർക്ക് ചെയ്യാൻ. ഇന്ത്യയിലല്ലേ ധ്രുവരേരി ഒക്കെ വരുന്നത്, ഇന്ത്യൻ ഇംഗ്ലീഷിലുണ്ട്. പക്ഷേ നമ്മൾ മലയാളികൾക്ക് വേറെയാണ് ഇഷ്യൂ, അങ്ങനെ പിന്നെ കർണാടകക്കാർക്ക് വേറെ ഇഷ്യൂ. എന്നാലും കുറേ ആളുകളൊക്കെ ഇത് കാണുകയും മോഡിക്കെതിരെ ആരെങ്കിലുമൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇതിലൊരു പ്രധാന സംഗതി. സമ്പടി പിന്നെ ഫൈറ്റ് ചെയ്യുന്നു, നമ്മളെപ്പോഴും ഒരു ഹീറോനെ തിരഞ്ഞെടുക്കുകയാണ്. ഒരു തോറ്റ സമൂഹം എപ്പോഴും അങ്ങനെ ചെയ്യാം. ഈ ഡൽഹിയിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താണ് ഇപ്പോൾ ഒരു വലിയ ഒരു പ്രശ്നം. അപ്പോൾ ആം ആദ്മി പാർട്ടി ശരിക്കും കുടുങ്ങിയോ അല്ലെങ്കിൽ ഒരു ലീഡർ ഇല്ലാത്ത പ്രശ്നം അവർ അനുഭവിക്കുന്നുണ്ടോ? ഇനി അങ്ങനെയല്ല, ജയിലിൽ പുറത്തുള്ള കെജ്രിവാളിനേക്കാൾ അകത്തുള്ള കെജ്രിവാളിനെ BJP ഭയക്കുന്നുണ്ടോ? കേജ്രിവാൾ എല്ലാ കാലത്തും BJPക്ക് ഒരു ഭീഷണി തന്നെയാണ്, എല്ലാ കാലത്തും. കാരണം കേജ്രിവാളിൻ്റെ ഒരു പ്രവർത്തന ശൈലി ഏകദേശം BJPയോട് തുല്യമാണ്. അതായത് അവർ ചെയ്യുന്ന അതേ രീതിയിൽ എല്ലാത്തിനെയും പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരിക, എല്ലാത്തിനെയും എങ്ങനെ തനിക്ക് അനുകൂലം മറ്റേ പാർട്ടിക്ക് അനുകൂലമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റും നോക്കുക എന്ന രീതിയിലേക്കുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയയാണ് കേജ്രിവാളിനുണ്ടായിരുന്നത്. കേജ്രിവാൾ പൊട്ടൻഷ്യലി പ്രതിപക്ഷ പിന്നെ ഇതിനിടയിൽ മോഡിക്ക് ഭീഷണിയായിട്ടുള്ള ഒരേ ഒരു മനുഷ്യനാണ്. അപ്പോൾ മമത ഉണ്ടായിരുന്നു ഒരു കാലത്ത്. നമ്മൾ കരുതിയത് മമതയായിരിക്കും ഒരു മമത അവർ വളരെ സമർത്ഥമായിട്ട് ഒതുക്കി കളഞ്ഞു. മമതയുടെ ബന്ധുക്കളായ ഒരുപാട് പേരെ പല കേസുകളിൽ കുടുക്കി മമതയെ അവിടുന്ന് ഓരോ പ്രശ്നങ്ങൾ കാരണം ബംഗാൾ വിട്ടു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മമതനെ അവിടെ തളച്ചിടുക തന്നെ ചെയ്യുന്നത്. ബംഗാളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് BJP. ബംഗാളിൽ നിന്ന് മമതക്ക് പുറത്ത് കിടക്കണമെങ്കിൽ ബംഗാൾ പ്രശ്നങ്ങൾ തീരണ്ടേ? അത് ഭയങ്കര പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്, അതൊരു വാർ സ്ട്രാറ്റജിയാണ് ശരിക്കും. അവരുടെ കോട്ടയെ കയറിയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് അവരെ പുറത്തിറക്കിയിട്ട് ഇപ്പുറത്ത് വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരെ ഇവിടുത്തെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാലല്ലേ അടുത്തേക്ക് വരാൻ പറ്റൂ, പുറത്തോട്ട് വരാൻ പറ്റുള്ളൂ. മമത അതോടുകൂടി ബംഗാളിൽ അവസാനിച്ചു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റേറ്റിലും പിന്നെ ഓരോ രീതിയിലുള്ള പിന്നെ മോഡിക്ക് ഭീഷണിയാവുന്നു എന്ന് കണ്ട ആളുകളെ ഓരോ ഘട്ടത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്, സമർത്ഥമായിട്ട് അവസാനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ തടഞ്ഞു വെക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിൽ അവർക്ക് സാധിക്കാതിരുന്ന ഒരേ ഒരാളാണ് കേജ്രിവാൾ. അതിന് 2-3 കാരണമാണ്. ഒന്ന്, കേജ്രിവാളിൻ്റെ പ്രവർത്തനം ഹിന്ദി ബെൽറ്റിലാണ്. BJPൻ്റെ പ്രവർത്തന കേന്ദ്രമായ ഹിന്ദി ബെൽറ്റിലാണ് കേജ്രിവാളിൻ്റെ പ്രവർത്തന മേഖല. അതൊരു വലിയ ഭീഷണിയാണ്. 2, പ്രവർത്തന ശൈലി. BJPയുടെ പ്രവർത്തന ശൈലി പോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായ പ്രവർത്തന ശൈലിയാണുള്ളത്. വർഗീയതൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഒരു പക്ഷേ മറ്റേ ആം ആദ്മി പാർട്ടി സെയിമാണ്. ആം ആദ്മി പാർട്ടി ഒരു വർഗീയ പാർട്ടിയൊന്നുമല്ല. BJP പോലെ ഏതെങ്കിലും വർഗീയ അജണ്ടയുള്ള പാർട്ടിയോ അല്ലെങ്കിൽ അതിനുള്ളിൽ മുസ്ലിങ്ങൾക്ക് പിന്നെ പ്രാതിനിധ്യം ഇല്ലാത്ത പാർട്ടിയോ അല്ല. മുസ്ലിങ്ങൾക്ക് നല്ല പ്രാതിനിധ്യമുള്ള പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. മുസ്ലിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം കാട്ടിയതായിട്ട് നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഡൽഹിയിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്കറിയാൻ പറ്റും. മുസ്ലിങ്ങൾക്ക് ആം ആദ്മി പാർട്ടി ഒരിക്കലും അവരുടെ ഏതെങ്കിലും പ്രവർത്തനത്തിലോ കേജ്രിവാളിലെ ഇൻട്രാക്ഷനിലോ മുസ്ലിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം കാട്ടുന്നൊരു സമൂഹമല്ല. പക്ഷേ അതേ സമയത്ത് അവിടുത്തെ ഭൂരിപക്ഷ മിഡിൽ ക്ലാസ് സമൂഹം, ആ സമൂഹത്തിൻ്റെ താല്പര്യങ്ങളാണ് അവരെപ്പോഴും സംസാരിക്കുക. അതൊരു വോട്ടിന് വേണ്ടിയുള്ള ഒരു ട്രിക്കാണ്. ആ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയയാണ് കേജ്രിവാളിൻ്റെ. ഇത് BJPക്ക് ഭയങ്കര ഭീഷണിയാണ്. ഈ ഭീഷണിയെ മറികടക്കാൻ അവർ പിന്നെ കേജ്രിവാളിൻ്റെ ഒരു കേസിൽ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് മറ്റൊന്നിൽ കൊടുക്കുന്നു, ഇതോ പുതിയൊരു കേസിലേക്ക് ഇനി വരാൻ പോകുന്നു കേൾക്കുന്നു, NIA അന്വേഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേജ്രിവാളിന് ഒന്നിന് പിറകെ ഒന്നായിട്ട് പല കേസുകളിലേക്ക് ഇവരിങ്ങനെ തളച്ചിടണം. അതായത് കേജ്രിവാളിനെ ഡൽഹിയിൽ തന്നെ തൽക്കാലം തളച്ചിടാനാണ് ഇവരുടെ പ്ലാൻ. ഇവരുടെ പ്രധാന പ്രശ്നം കേജ്രിവാൾ ഡൽഹി പിടിച്ചു കഴിഞ്ഞു. പക്ഷേ അത് അവർക്ക് വലിയൊരു ഭീഷണിയായിരുന്നില്ല. ഡൽഹി അവർക്ക് പിടിക്കാമായിരുന്നു, പക്ഷേ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നാണ് പിടിച്ചത്. ഞങ്ങൾക്ക് കിട്ടേണ്ടത് ആ കേജ്രിവാളെ കൊണ്ടുപോയിന്നേ ഉള്ളൂ. ഈ കോൺഗ്രസ് തന്നെ മുൻപ് പലപ്പോഴും ഇപ്പോൾ കേജ്രിവാൾ മത്സരിച്ച് ഇപ്പോൾ അദ്ദേഹം പിടിച്ചെടുത്ത പഞ്ചാബ് നോക്കുകയാണെങ്കിൽ
കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന പഞ്ചാബാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ കോൺഗ്രസിൻ്റെ ശക്തമായ ബെൽറ്റുകളിലാണ് കെജ്രിവാൾ അവിടെ വെന്നിക്കൊടി പാറിക്കുന്നത്. അന്നൊക്കെ കോൺഗ്രസ് അദ്ദേഹത്തെ ഉദ്ദേശിച്ച അപ്പോൾ കേരളത്തിൽ തന്നെ പല ലീഡർമാരുടെ ദേശീയ തലത്തിൽ നിന്ന് അത്ര തന്നെ വന്നിട്ടില്ല എങ്കിൽ പോലും ഒറ്റപ്പെട്ട ശബ്ദങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരായിട്ടുണ്ട്. അദ്ദേഹം BJP ഏജൻറ്റാണ്, അദ്ദേഹം BJPൻ്റെ B ടീമാണ്. അതല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഗുജറാത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ സീറ്റുകൾ കുറച്ചത്, അല്ലെങ്കിൽ ആം ആദ്മി വലിയ പ്രചാരണം നടത്തിയായിരുന്നു ഗുജറാത്തിൽ ആം ആദ്മി മത്സരിക്കുന്നത്. പക്ഷേ ആ ഗുജറാത്തിൽ തന്നെ ഈ കോൺഗ്രസ് സീറ്റ് ബെൽറ്റുകളിലാണ് ആം ആദ്മിക്ക് ജയിക്കാൻ കഴിഞ്ഞതുമില്ല, കോൺഗ്രസ് ബെൽറ്റുകളെ തകർക്കുകയും ചെയ്തു, BJPയുടെ അധികാരം. അപ്പോൾ ഇങ്ങനെ കോൺഗ്രസിൻ്റെ സാധ്യതകളെ തല്ലിക്കെടുത്താൻ വേണ്ടി വന്ന ഒരാളാണ് ഇദ്ദേഹം എന്ന കാര്യം പറഞ്ഞ കോൺഗ്രസ് ഇന്ന് ആം ആദ്മിയെ കൂട്ടുപിടിച്ചിട്ടാണ് ഡൽഹി ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും പഞ്ചാബ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ സഖ്യമായിട്ട് പോകുന്നത്. ഈ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ചേഞ്ച് വളരെ പെട്ടെന്ന് നടന്നു. അനിവാര്യമായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഒരു അസ്തിത്വം വീണ്ടെടുക്കുക എന്ന് പറയുന്നതെങ്കിൽ പോലും ഈ കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും അണികൾക്ക് ഇതിലെത്രത്തോളം സ്വീകാര്യത വന്നിട്ടുണ്ട്? അല്ല, അവർക്ക് മുന്നിൽ അവരുടെ ഒരു പ്രധാന പ്രശ്നം ഈ അണികളുടെ സ്വീകാര്യത വലിയ പ്രശ്നം തന്നെയായിരിക്കും എപ്പോഴും. കാരണം പ്രാദേശിക തലത്തിൽ പരസ്പരം ശത്രുതയോടെ പെരുമാറുന്ന ആളുകൾ പിന്നീട് ഒന്നിച്ച് വർക്ക് ചെയ്യേണ്ടി വരുമ്പോണ്ടാവുന്നൊരു പ്രയാസം അവർക്കിടയിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യും. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവർക്കിടയിലുള്ള ഓപ്ഷൻ കുറഞ്ഞു എന്നുള്ളതാണ്. മോഡി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിന് മറ്റ് ഓപ്ഷനുകളില്ല, സഖ്യമല്ലാതെ ഓപ്ഷനുകളില്ല. എല്ലാവരും അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ED ആണ് ഒരു പ്രധാന വിഷയമായിട്ട് അവർ പറയുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് അവരുടെ പ്രതിപക്ഷത്തെ മോഡി EDനെ ഉപയോഗിച്ചിട്ട് നേരിടുന്നുണ്ട്, അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് സ്ട്രാറ്റജീസ് നോക്കുമ്പോൾ അത് കറക്റ്റുമാണ്. അവർ കൊടുത്തൊരു കേസിൽ അതിൻ്റെ ഒരു കണക്ക് പറയുന്നുണ്ട്, എത്ര പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ BJP സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മോഡി സർക്കാർ അധികാരത്തിൽ നിന്ന് കേസെടുത്തിട്ടുണ്ട്, എത്ര കൺവിക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ ദുരുപയോഗം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതേ സമയത്ത് തന്നെ അവരുടെ പാർട്ടി മാറുന്നതോടുകൂടി കേസ് ഫ്രീസായി പോകുന്ന കഥകളുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മ പോലും അസം മുഖ്യമന്ത്രി അയാൾ കോൺഗ്രസ്സിലായിരുന്ന കാലത്തുണ്ടായിരുന്ന കേസുകൾ പിന്നെ ഇല്ലാണ്ടായി. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അല്ലെങ്കിൽ നിർജ്ജീവമായി പോയ അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇതൊരു ഫാക്റ്റാണ്. അപ്പം ഒരു പൊതുവായിട്ടുള്ളൊരു പ്രശ്നം, അതിലും വലിയൊരു പ്രശ്നം നിൽക്കുമ്പോൾ അതിന് മുന്നിൽ ഓപ്ഷൻസ് കുറഞ്ഞു വരുമ്പോഴാണ് ഇത്തരം ശത്രുതകൾക്ക് മിത്രം എന്നുള്ള ശത്രുതകൾക്ക് ഇതുണ്ടാകുന്നത്, സാധ്യത കുറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ്സിനെ വേണമെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് ഐഡിയോളജിക്കലി കുറേയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. മുമ്പൊരിക്കൽ കേജ്രിവാൾ തന്നെ ഒരു പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞിട്ട് കോൺഗ്രസ്സിനെ ഞങ്ങൾ ഐഡിയോളജിക്കലി നേരിട്ടുകൊള്ളാം, BJPയെ നേരിടാൻ ഞങ്ങൾ ഡൽഹിയിൽ ഒരുപാട് നല്ല സ്കൂളുകൾ തുറക്കുന്നുണ്ടെന്നാണ്. കാരണം ഭയങ്കര ഡയലോഗ്. അപ്പോൾ അതുപോലല്ല ഒരു ഐഡിയയാണ് ഈ കോൺഗ്രസ്സാണോ BJP ആണോ എന്നുള്ളൊരു വിഷയം വരുമ്പോൾ രണ്ട് അധികാരത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് മോഡി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഒരുപാടാണ്. ഇവർ നേതാക്കൾ പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട എല്ലാ കേജ്രിവാൾ അടക്കമുള്ള നേതാക്കന്മാർ ജയിലിലാണ്, ഇപ്പോൾ ജയിലിലാണുള്ളത്. സഞ്ജയ് സിംഗിനെ ജയിലിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. ഒരു പത്രസമ്മേളനം നടത്തി എന്നുള്ള ഒറ്റ കാരണത്താലാണ് സഞ്ജയ് സിംഗിനെ ജയിലാക്കുന്നത് ഇവർ. കാരണം സഞ്ജയ് സിംഗ് ഇതിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് ആം ആദ്മി പാർട്ടിക്കെതിരായ പ്രചാരണത്തെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യലുള്ള നേതാവ് എന്ന നിലക്കാണ് സഞ്ജയ് സിംഗ് അകത്താവുന്നത്. അങ്ങനെ ഓരോരുത്തരും അകത്താവുന്നത് ഇതിന് അതിൻ്റേതായ കുറേ കാരണങ്ങളുമുണ്ട്. എല്ലാവരെയും ഈ രീതിയിൽ പിടിച്ചൊതുക്കി ഇടുമ്പോൾ ഓപ്ഷൻസ് കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യ സഖ്യം തന്നെ ഐഡിയ വരുന്നത്. ED എന്ന ഒറ്റ സംഗതികളിലാണ് ഇന്ത്യ സഖ്യം എന്നുള്ള ആശയം ഫൈനലി. ആശയമൊക്കെ കുറേ കാലമായിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും ആരും എന്ത് ചെയ്തിരുന്നില്ല, അത് പ്രാക്ടിക്കലാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പ്രാക്ടിക്കലാവുന്നത് ഇത് കുറച്ചും കൂടെ കൂടിയപ്പോഴാണ്. ഈ ശത്രുക്കളെ ദ്രോഹിക്കുക എന്നുള്ള മോഡി ഈ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ED ആണെങ്കിലും ശരി, ഇൻകം ടാക്സ് ആണെങ്കിലും ശരി, എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇവരെ ദ്രോഹിക്കുക എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് ഇവർക്ക് സഖ്യമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന ഒരു ഇതിലേക്ക് വന്നത്. എന്നാൽ പോലും ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു വിജയസാധ്യത എന്ന് പറയുന്നത് എത്രത്തോളം അവർ പ്രാദേശിക പാർട്ടികൾ അതത് സ്റ്റേറ്റുകളിൽ പെർഫോം ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് യു പിയിൽ അഖിലേഷിൻ്റെ പാർട്ടി, അവിടെ കോൺഗ്രസ് അല്ല, അവിടെ അഖിലേഷിൻ്റെ പാർട്ടി എത്രത്തോളം നന്നായി പെർഫോം ചെയ്യുന്നു അത്രത്തോളം ആയിരിക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു വിജയസാധ്യതകൾ. ബംഗാളിലും മമത എത്രത്തോളം നന്നായി പെർഫോം ചെയ്യുന്നു, ഡൽഹിയിലും പഞ്ചാബിലും കേജ്രിവാൾ എത്രത്തോളം പെർഫോം ചെയ്യുന്നു, ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലും അവർ എത്രത്തോളം പെർഫോം ചെയ്യുന്നുള്ളതിൻ്റെ അനുസരിച്ചായിരിക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ സാധ്യത വരുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ സാധ്യത ഇപ്പോൾ നമ്മൾ പറഞ്ഞു BJP ഇത്തവണ 400 എന്ന് പറയുന്നു. ഇന്ത്യ സഖ്യം ദക്ഷിണേന്ത്യ പറഞ്ഞ പോലെ തന്നെ അതാത് പ്രാദേശിക പാർട്ടികളുടെ അല്ലെങ്കിൽ അവരെ എത്രത്തോളം മെച്ചപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചിരിക്കും
ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഇന്ത്യ സഖ്യത്തിന് ഇപ്പോൾ ഒരു പ്രതീക്ഷയ്ക്കുള്ള വകുപ്പ് എന്താണ് ശരിക്കും? അവർ കാണുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭിന്നിച്ച് നിന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു വോട്ട് ഷെയർ ഒരുപക്ഷെ ഒന്നിച്ച് നിൽക്കുന്ന കഴിയുമ്പോൾ 33 ഈ പേഴ്സൻറ്റേജിൽ വരുത്തുന്ന ഒരു വ്യത്യാസം. പക്ഷെ ആ വ്യത്യാസം അതേപടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല, ഓവർകം ചെയ്യാൻ കഴിയില്ല. അതേപടി ഉദാഹരണത്തിന് പിന്നെ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയുന്നത് സമാജ്വാദി പാർട്ടിക്ക് 33% ഉണ്ട്, കോൺഗ്രസിന് ഒരു 15% ഉണ്ടായിരുന്നു, അപ്പോൾ 45% എന്ന് നമുക്ക് അടുത്ത ഇലക്ഷനിൽ പറയാൻ കഴിയില്ല. 40% ഒന്നും കൂടി കൂടുമ്പോൾ, കാരണം രണ്ട് പാർട്ടികൾ തമ്മിലുള്ള മത്സരം വരുമ്പോൾ ചോയ്സിൽ വ്യത്യാസം വരുന്നുണ്ട് എപ്പോഴും. നാല് പാർട്ടികൾ തമ്മിലുള്ള മത്സരം രണ്ട് പാർട്ടികൾ തമ്മിൽ മാത്രമാകുമ്പോൾ അപ്പോൾ ചോയ്സിൽ കുറേ ചോയ്സുകളിൽ വ്യത്യാസം വരും. അപ്പോൾ അതിലും ഒരു അത് കൃത്യമായി അക്കങ്ങളുടെ കണക്കിലെടുത്തില്ലെങ്കിൽ പോലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരുള്ളത്. അത് എത്രത്തോളം പിന്നെ വിജയിക്കും എന്നുള്ളത് റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു ആശയത്തോട് BJP കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർ ഒരു ടെൻഷനോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പല പാർട്ടികളും ഇപ്പോൾ ഒരു സ്ട്രാറ്റജി മാറ്റുന്നതിനനുസരിച്ച് മറ്റ് പാർട്ടികൾക്കൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. BJP ഇതിനെ ഭയത്തോട് കൂടിയിട്ടാണോ അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണമാണോ, അതും അല്ലെങ്കിൽ അവജ്ഞയോട് കൂടിയിട്ട് അവരവരുടെ സ്വതസിദ്ധ ശൈലിയിൽ പോവുകയാണോ? ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ ഇന്നത്തെ രേവന്ത് റെഡ്ഡിയുടെയൊക്കെ പ്രസ്താവന എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഫയറാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ജനങ്ങൾക്ക് കൊടുക്കുന്ന മോദി ഇത്തവണ 400 എന്ന് കേരളക്കാരോട് പറഞ്ഞതുപോലെ അവിടെ കൊടുത്തത് നിങ്ങൾക്കിവിടെ റോളും ഇല്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് അത് കൃത്യമായിട്ട് വിലയിരുത്താനുള്ള നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ തരത്തിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യ മുന്നണിയുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ താഴെ തട്ടിൽ എത്രത്തോളം പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നതിൽ ആശങ്കയുണ്ട്. ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ BJP ഇതിനെ ആശങ്കയോടോ പേടിയോടോ അല്ലെങ്കിൽ അവജ്ഞയോടോ ആണോ ഇന്ത്യ സഖ്യത്തെ നോക്കിക്കാണുന്നത്? അല്ല, ഇന്ത്യ സഖ്യത്തിന് അവർക്ക് ഇനീഷ്യലി പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഇല്ല. ഇന്ത്യ സഖ്യം ഇല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്ത്യ സഖ്യം പിന്നെ വരുന്ന സമയത്ത് ഇങ്ങനെ പ്രതിപക്ഷ സഖ്യം, ശക്തമായിട്ടുള്ള പ്രതിപക്ഷ സഖ്യം എന്നത് എങ്ങനെയും BJPക്ക് വലിയ ഭീഷണിയായി പല സംസ്ഥാനങ്ങളിലും. പക്ഷേ അതിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ ഒരുപാട് ചർച്ചകൾ നടന്നു. ഇങ്ങനെ സാധനം വരുന്നുണ്ട് എന്നുള്ള ചർച്ചകൾ ഒരുപാട് കാലം നടന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെ ഡീൽ ചെയ്യാനുള്ള സമയം കിട്ടി എന്നുള്ളതാണ് ഒരു പ്രധാന സംഭവം. BJPക്ക് അവരതിനെ ഡീൽ ചെയ്തത് ആദ്യം പിന്നെ മഹാരാഷ്ട്രയിൽ പിളർത്തി, NCP പിളർത്തി, ശിവസേനയെ പിളർത്തി. മഹാരാഷ്ട്രയായിരുന്നു അവരുടെ ഒരു പ്രധാന പ്രതിസന്ധി. മഹാരാഷ്ട്രയിൽ നല്ലൊരു സഖ്യമായിരുന്നു ശിവസേന, കോൺഗ്രസ്, NCP സഖ്യം. മഹാരാഷ്ട്രയിൽ വളരെ ശക്തമായൊരു സഖ്യമായിരുന്നു. ഇലക്ഷനിലൊക്കെ നല്ല പിന്നെ വിജയം നേടാൻ സാധ്യതയുള്ളൊരു സഖ്യമായിരുന്നു. പക്ഷേ സംഭവിച്ചത് ഇതിനെ പിളർത്തി കൊണ്ടുവന്നു എന്നുള്ളതാണ്. പിന്നെ ബീഹാറിൽ പിളർത്തി, അവിടെ പിളർത്തി. അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ അവർക്ക് ഭീഷണി ഉണ്ടാവാൻ സാധ്യതയുള്ള സ്റ്റേറ്റുകളിൽ, അവർക്ക് സാധ്യത കൂടിയുള്ള സ്റ്റേറ്റുകൾ, പിളർത്താനും സാധ്യതകൾ വേണമല്ലോ, സാധ്യത കൂടിയുള്ള സ്റ്റേറ്റുകളിൽ അവർ പിളർത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ച പോലെ താഴെ തട്ടിലുള്ള പ്രചാരണം എന്ന് പറഞ്ഞാൽ താഴെ തട്ടിൽ ഇന്ത്യ സഖ്യമല്ല. ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർക്കിടയിലുള്ളൊരു കൂട്ടായ്മ. താഴെ തടയിലെത്തുമ്പോൾ ഓരോരോ സ്റ്റേറ്റുകളിലും ഓരോരോ പാർട്ടികളാണ്. ആ പാർട്ടി എത്രത്തോളം പെർഫോം ചെയ്യുന്നു എന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ UP അഖിലേഷ് എത്രത്തോളം പെർഫോം ചെയ്യുന്നു, ബീഹാറിലാണെങ്കിൽ RJD എത്രത്തോളം പെർഫോം ചെയ്യുന്നു, എത്രത്തോളം ഒരു താഴെ തട്ടിൽ പ്രവർത്തിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു സാധ്യത നിലക്കുന്നത്. അതല്ലാതെ താഴേക്കടയിൽ ഇന്ത്യ സഖ്യമില്ല. ജനങ്ങൾക്കിടയിൽ താഴേക്കടയിലുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ അവിടെ ഇന്ത്യ സഖ്യമില്ല. ഇന്ത്യ സഖ്യം എന്നത് പിന്നെ കുറച്ചും കൂടെ മുകൾത്തട്ടിലാണ് നിൽക്കുന്നൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഓരോ പാർട്ടികളും എത്രത്തോളം നന്നായി പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ സാധ്യതകൾ കൂടാനാണ് സാധ്യത. സലീമിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എങ്ങനെ വരും? ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞാൽ. പ്രവചനം ഇല്ല, തൂക്സഭ സാധ്യതയില്ല. ഏതെങ്കിലും ഒരു മുന്നണിക്ക്, ഏതെങ്കിലും ഒരു പാർട്ടി, അത് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് പിന്നെ അത്ര ഹാപ്പിയസ്റ്റ് അല്ലാത്ത റിസൾട്ടാണ് എന്നുള്ളൊരു ഫാക്റ്റ്, എനിക്ക് തോന്നുന്നൊരു ഫാക്റ്റ്. ചെറിയൊരു വ്യത്യാസത്തിൽ മോഡി തന്നെ വീണ്ടും അധികാരത്തിൽ വരാനാണ് സാധ്യതയുള്ളത്. തന്നെയാണ്. അതുപോലെ ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ പറഞ്ഞു. എന്ന് വെച്ചാൽ ആര് വരും എന്നല്ലെങ്കിൽ ഇപ്പോൾ പത്രപ്രവർത്തകരൊക്കെ ഏത് തരത്തിലാണ് ഇതിൽ, പണ്ടൊക്കെ ഒരു സർവേ പറഞ്ഞാൽ അതിൻ്റെ നേരിയ ഭൂരിപക്ഷം താന്നോ കൂടിയോ ഒക്കെ ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആയിട്ട് ഫലിക്കും. പക്ഷേ ഇത്തവണ ആർക്കും അങ്ങനെ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നൊരു ഒരു സംസാരമുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണോ? അതെ, താഴേക്കടയിലുള്ള പിന്നെ നടക്കുന്ന കാര്യങ്ങൾ പിന്നെ മുകളിൽ തട്ടിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റ് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പിൽ നമ്മൾ അനുഭവിച്ചതാണ്.
ഒന്നുമല്ല തെലങ്കാനയിലും കോൺഗ്രസ് പൊതുവായിട്ട് തന്നെ അഭിപ്രായ സർവേ വയ്ക്കുന്ന കോൺഗ്രസും കുറച്ച് മെച്ചപ്പെടുത്തും, അധികാരത്തിന് സാധ്യതയുണ്ട് എന്നായിരുന്നു, ഭരണത്തിൽ വരാനുള്ള സാധ്യതയെക്കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഇവിടെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ് ഇത്രത്തോളം ദയനീയമായിട്ട് പരാജയപ്പെടുന്നത്. അധികാരത്തിലെത്താനുള്ള സാധ്യതയെക്കുറിച്ചായിരുന്നു ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ മുഴുവൻ അവിടെ സന്ദർശിച്ച തിരിച്ചു വന്ന ശേഷം പറഞ്ഞുകൊണ്ടിരുന്നത്. കോൺഗ്രസ്സിൽ അധികാരത്തിൽ വരും, അതിൽ സംശയമൊന്നുമില്ല, BJP ആകെ പ്രശ്നം. ആ കാലത്ത് മധ്യപ്രദേശിലൊക്കെ പിന്നെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് ഭയങ്കരമായിട്ടുള്ള നേതാക്കന്മാരുടെ ഒഴുക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പാർട്ടി പോയിട്ട് പൊളിഞ്ഞു പോകുന്നത്, അതായത് ഇലക്ഷനിൽ തോറ്റു പോകുന്നത്, വളരെ ദയനീയമായിട്ട് തോറ്റു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ പിന്നെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ചില പ്രചാരണ പരിപാടികളുണ്ട് സാധാരണക്കാർക്കിടയിൽ. വോട്ട് ബാങ്കിനെ നമ്മൾ കൃത്യമായും മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഒരു കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കി അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പ്രചാരണ പരിപാടികളുണ്ട്. ഈ പ്രചാരണ പരിപാടികളുടെ കാര്യത്തിൽ BJP കുറേ കൂടി മറ്റു പാർട്ടികളെക്കാൾ മുന്നിലാണ്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ BJPയുടെ കോർ കമ്മിറ്റി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 5 സീറ്റ് വരെ കിട്ടുമെന്നാണ് ഒരു അരമണിക്കൂർ നമ്മൾ സംസാരം തുടങ്ങുന്നതിന് മുൻപ് വരെ അവർ പോലും വിലയിരുത്തുന്നത്. അല്ല, നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മളത് പറയുമ്പോൾ ചിരിക്കരുത് നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ ചിരിച്ചു പോകും. അല്ല, അതിലെന്താ വെച്ചാൽ ഈ നമ്മൾ ഈ മറ്റേ മുമ്പ് ഒരു ട്രോൾ ഉണ്ടായിരുന്നു, പിന്നെ ഈ BJP നോർത്തിൽ പിന്നെ CPM-നൊക്കെ ടുക്കുഡേ ഗ്യാങ് എന്നാണ് കളിയാക്കി. അതുപോലത്തെ ഇവിടുത്തെ ഒരു ടുക്കുഡേ ഗ്യാങ് ആണ് ശരിക്കും BJP. അവർക്ക് ഇവിടുത്തെ ഈ ധാര പിടികിട്ടിയിട്ടില്ലെന്നാണ് അവരുടെ പ്രശ്നം. നമുക്ക് നോർത്തിൽ പിടികിട്ടാത്തൊരു സംഗതി അവർക്ക് കേരളത്തിൽ പിടികിട്ടിയിട്ടില്ല. കേരളത്തിൻ്റെ ജനങ്ങളുടെ ഒരു മനസ്സെന്താണെന്നും എങ്ങനെയാണ് ഇവിടുത്തെ ആളുകളുടെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വിഷയം അവർക്ക് പിടികിട്ടിയിട്ടില്ല. അത് BJPൻ്റെ നാഷണൽ ലെവലിലുള്ള ആളുകൾക്കായിരിക്കും. ഏതായാലും 9-ാം തീയതി ഡൽഹിയിൽ എത്തിയതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇനി ബാക്കി 4 ഘട്ടം കൂടി ബാക്കി നിൽക്കുകയാണ്. 4 ഘട്ടമുണ്ട്, അതിൻ്റെ ഇടയിൽ ഇലക്ഷൻ ടൂറുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഏതായാലും ഇത്രയും സമയം നമ്മുടെ കൂടെ KS സലീം, ഡൽഹി കറസ്പോണ്ടൻറ്റ്, വളരെ കൃത്യമായിട്ട് എന്താണ് ദേശീയ രാഷ്ട്രീയത്തിലുള്ള സാധ്യതകൾ എന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായതും അതോടൊപ്പം തന്നെ പൊതുവായതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് സംവദിക്കാൻ പറ്റി. സലീം, ഈ തിരക്കുകളൊക്കെ ഏകദേശം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പല ഘട്ടങ്ങളിലും ഇനി സുപ്രഭാത ഓൺലൈനുമായിട്ട് ചേരും. അപ്പോൾ ഈ സംഭാഷണം ഇവിടെ പൂർത്തിയാകുന്നു. വളരെയധികം നന്ദി സലീം. താങ്ക് യു. ഉല്ലാസം വാനോളം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ.